ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക് ഇന്ന് തന്നെ ചാർജ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയത്. കാരണം ഇതൊക്കെ സാധാരണ ഇലക്ഷനിൽ പതിവുള്ളതാണ്. അത് ഇപ്പോൾ ചാർജ് തിരിച്ചു കൊടുക്കണം എന്നുള്ളതൊക്കെ ഹൈക്കമാൻഡാണ് സാധാരണ അറിയിക്കുക. അപ്പോൾ അന്ന് വോട്ടെണ്ണൽ വരെ എന്നൊരു തീരുമാനത്തിൻ്റെ രീതിയിൽ വന്നിരുന്നെങ്കിലും അതൊരു വിവാദമായ സ്ഥിതിക്ക് വിവാദമാക്കേണ്ട, ഉടനെ തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അപ്പോൾ അതിലൊരു വിവാദമില്ല. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇത് വിവാദമാക്കേണ്ടില്ല എന്ന് സുധാകരൻ തന്നെ സൂചിപ്പിച്ചു. ഏതായാലും കാരണം പാർട്ടിയിലൊരു നല്ലൊരു അന്തരീക്ഷം നിൽക്കുമ്പോൾ ഒരു അനാവശ്യ വിവാദം ഉണ്ടാക്കണ്ട എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ അദ്ദേഹം ചാർജ് എടുക്കുന്നത്. അല്ല, അത് ഇതിന് ശേഷം 4-ാം തീയതിക്ക് ശേഷമാണ് സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം ചില സ്ഥലങ്ങളിൽ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ചിലർ നടത്തിയിട്ടുണ്ട്. കർശന നടപടി ഉണ്ടാവും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ മത്സരിക്കും. അവിടെ ഇപ്പോൾ ഒരു ഭയങ്കരമായ വർഗീയ ധ്രുവീകരണം സംഭവിച്ചിരിക്കുന്നു. അത് LDFിൻ്റെ ഭാഗത്തു നിന്നാണ് UDF ആരോപിക്കുന്നത്. UDF ആണ് അത്തരത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയെന്നാണ് LDF പറയുന്നത്. അല്ല, സാധാരണ രീതിയിൽ ഒരു ഇലക്ഷന് സാധാരണ സ്ഥാനാർത്ഥികൾ ആത്മസംയമനം പാലിക്കേണ്ടതാണ്. പക്ഷെ അത് ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ടീച്ചറാണ് അനാവശ്യമായിട്ടുള്ള പല വിവാദം കുറിച്ച്. പിന്നെ സ്വാഭാവികമായിട്ടും UDF സ്ഥാനാർത്ഥിക്ക് മറുപടി പറയേണ്ടി വന്നു. അദ്ദേഹത്തിനൊരു എന്താ പറയേണ്ടത്, ഒരു സമുദായത്തിൻ്റെ ആളായി ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരും. പക്ഷേ ഈ വിവാദം തുടങ്ങി വെച്ചത് ടീച്ചറാണ്. അതിന് ആ ഒരു തെറ്റിൽ നിന്ന് CPMന് എത്രയാണെങ്കിലും രക്ഷപ്പെടാൻ കഴിയില്ല. വടകരയിൽ അങ്ങനെ ഒരു വലിയ ധ്രുവീകരണം ഉണ്ടായോ ഇലക്ഷന്? ഞാൻ പറയട്ടെ, വടകരയിൽ അങ്ങനെ പ്രത്യേകരണമല്ലല്ലോ. UDFന് അനുകൂലമായി കഴിഞ്ഞ ഇലക്ഷനിൽ ഒരുമിച്ച് നിന്നില്ലേ. മൈനോറിറ്റിയും മെജോറിറ്റിയുടെ വോട്ടും കിട്ടിയിരുന്നു. ഇത്തവണ അതുണ്ടാവും. അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. മൈനോറിറ്റി കൺസോൾട്ടേഷനും ഉണ്ടായിട്ടുണ്ട്, മെജോറിറ്റിയുടെ വോട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് 50,000-ൽ മുകളിൽ വോട്ടിനോടെ ജയിക്കും ഞങ്ങൾ പറയാൻ കാരണം കഴിഞ്ഞ തവണത്തെ അതേ അന്തരീക്ഷത്തവണയുണ്ട്. അല്ലാതെ ഒരു സമുദായവും മാറി നിന്നിട്ടില്ല. ഫോർവേഡ് കമ്മ്യൂണിറ്റിയും ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയുടെ ഒക്കെ സഹായം കിട്ടിയിട്ടുണ്ട് വടകരയിൽ. അപ്പോൾ ഞങ്ങളുടെ അസസ്മെൻ്റ് അതാണ്. ഇപ്പോൾ അവരും LDF സമ്മതിച്ചല്ലോ, ഏതാണ്ട് ജയിക്കും ഒഴുക്കം മട്ടിൽ പറയുന്നല്ലാതെ ചിലപ്പോൾ ജയിച്ചേക്കാം എന്ന് വരെ പറയുന്ന അന്തരീക്ഷത്തിലെത്തിയല്ലോ. കഴിഞ്ഞ തവണ അവർ അതും പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം നല്ല ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിക്കും. മുസ്ലിം സ്ഥാനാർത്ഥിയെ വടകരയിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു കൺസൾട്ടേഷൻ ലക്ഷ്യം വെച്ചാൽ ഒരിക്കലും ആ രീതിയിലല്ല. നല്ലൊരു ഞാൻ മാറുന്ന സമയത്ത് നല്ലൊരു ചെറുപ്പക്കാരനെ ഇട്ട് ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിനെ നയിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹമാണ് കുറേ കൂടെ, ഷാഫിയാണ് നല്ലൊരു കാൻഡിഡേറ്റ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാഫിയെ തിരഞ്ഞെടുത്തത്. അല്ലാതെ ഇവിടെ ജാതി മതവും നോക്കിയിട്ടൊന്നുമല്ല. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മൈനോറിറ്റി വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ നിർബന്ധമുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ അക്കാര്യത്തിൽ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. ശൈലജ ടീച്ചർ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പോൾ ആ തരത്തിലൊരു ആരോഗ്യമന്ത്രിയാണ്. അങ്ങനെ ഒരു പക്വത കാണിച്ചില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ടീച്ചറുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു പക്വത ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഒരു പക്ഷേ 60,000 വോട്ടിന് അസംബ്ലിയിൽ ജയിച്ച് 1-ാം സ്ഥാനത്ത് നിന്ന ഒരു ക്രെഡിറ്റ് ഈ ഇലക്ഷനിൽ പരാജയപ്പെട്ടാൽ നഷ്ടപ്പെടുമെന്ന് ടീച്ചർക്ക് ചിലപ്പോൾ തോന്നിക്കാം. അങ്ങനെ തോന്നേണ്ട ഒരു ആവശ്യമില്ല. ജനാധിപത്യത്തിൽ ജയവും തോൽവിയൊക്കെ സാധാരണയാണ്. ഈഗോ ആയിരിക്കണം ടീച്ചർ അങ്ങനെ നിലപാടിലേക്ക് പ്രേരിപ്പിച്ച്. ടീച്ചറവിടെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടതാണെന്നുള്ളൊരു ഇതുണ്ടല്ലോ. അല്ല, അത് ഞാനുള്ള സമയത്തെ പറഞ്ഞിരുന്നു. അതിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. അതിപ്പോൾ എണ്ണി കഴിയുമ്പോഴേ ഭൂരിപക്ഷം 1 ലക്ഷത്തിലൊക്കെ മേലെ ആവുകയാണെങ്കിൽ ഒരു പക്ഷേ അത് വർക്ക് ചെയ്ത് കാണും. അല്ല, അത് ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു അന്തർധാരയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ കോൺഗ്രസ്സിന് സംശയമില്ലല്ലോ. ഞങ്ങൾ ജയിക്കുന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയം പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. അന്തർധാരയുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ BJPയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചല്ലോ. 4 ലക്ഷം വോട്ട് കിട്ടും. എത്ര എണ്ണി നോക്കിയാലും 4 ലക്ഷത്തിൻ്റെ അടുത്തൊന്നും എത്തില്ല. അപ്പോൾ അവരുടെ ധാരണ അന്തർധാര നന്നായിട്ട് വർക്ക് ചെയ്തു വന്നു. അത് വേറൊരു കാര്യം കൂടെ പറഞ്ഞു, 3,80,000 വോട്ടിന് UDF 2-ാം സ്ഥാനത്ത് എത്തുന്നു പറഞ്ഞു. അപ്പോൾ 4 ലക്ഷവും 380 LDFന് എത്ര കിട്ടും എല്ലാം കൂടെ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അന്തർധാര പ്രവർത്തിച്ചു എന്നാണ് സുരേഷ് ഗോപിയുടെ വിശ്വാസം. അല്ല, അദ്ദേഹത്തിനെ കാലു വാരിയതല്ല. CPIനെ മൊത്തത്തിൽ ഘടകകക്ഷികളാരും പോകണ്ടാന്ന് ചിലപ്പോൾ CPI തീരുമാനിച്ചു കാണും.
അല്ല, ഞാൻ അദ്ദേഹം 2ാം സ്ഥാനത്ത് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിൻ്റെ ഇപ്പോഴത്തുള്ള ആഗ്രഹം അതാണ്. ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ടുള്ളതും അദ്ദേഹത്തിന് 2ാം സ്ഥാനത്താണ് ഞങ്ങളുടെ കണക്ക്. അതാര് പറഞ്ഞു? അങ്ങനത്തെ ഒന്നും എൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് പ്രതാപല്ലേ. പിന്നെ വെറുതെ ഞങ്ങളെ തമ്മിൽ എന്തിനാ അകറ്റാൻ നോക്കുന്നത്? അങ്ങനത്തെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. എനിക്കും പരാതിയില്ല, ആരും അങ്ങനത്തെ പരാതി പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇതിനില്ലാത്ത പരാതി ഉണ്ടാക്കുന്നതിനാ? ഞാൻ പറഞ്ഞല്ലേ, ഒരു ട്രെൻഡ് ഇല്ലാത്തൊരു ഇലക്ഷനാണെങ്കിൽ ഒരു 35,000 വരെയുള്ള ഭൂരിപക്ഷം ഉണ്ടാവും. ട്രെൻഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് എത്ര വേണമെങ്കിലും വരാം. എന്തായാലും വിജയകാര്യത്തിൽ ഞങ്ങൾക്ക് 1% പോലും സംശയമില്ല. ഇന്നലെയും ഞങ്ങൾ അതിൻ്റെ മൊത്തം കണക്കെടുത്തിരുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ 1% പോലും ഞങ്ങൾക്ക് ഡൗട്ടില്ല. രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് പോകുമ്പോൾ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്ന രീതിയിൽ പ്രചാരണമുണ്ട്. അത് ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2019 വരുമ്പോൾ അമേത്തിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അദ്ദേഹം വന്നത്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് വയനാട്ടിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത്. ഇത്തവണ ഏതായാലും റായ്ബറേലി ജയിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബാക്കി കാര്യങ്ങൾ ജൂൺ 4-ാം തീയതി ശേഷം ആലോചിച്ചാൽ പോരെ? സ്വാഭാവികമായിട്ടും റായ്ബറേലിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ വയനാട് അല്ല, അത് നമുക്ക് അന്നാലോചിക്കാം. ജൂൺ 4 വരെ ഇനിയും സമയമുണ്ടല്ലോ. 4 കഴിയട്ടെ. അല്ല, ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ വാർത്തകളല്ലേ. അതിനോടൊക്കെ ഞാൻ പ്രതികരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പ്രതികരിച്ചാൽ അത് എൻ്റെ അക്കൗണ്ടാവും. ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിലാണ്. അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ആദ്യം ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എൻ്റെ ബന്ധുക്കളെ സന്ദർശിക്കാൻ, മകനൊക്കെ അബുദാബിയിലുണ്ട്, ഞാൻ മകനെ സന്ദർശിക്കാൻ ദുബായിലേക്ക് പോകുന്നു പറഞ്ഞാൽ ആർക്കെന്താ പറ്റുമോ? വേണ്ടാന്ന് പറയാൻ പറ്റുമോ? പക്ഷേ ഈ ഒരു ഇന്തോനേഷ്യ ഒക്കെ പോയിക്കോട്ടെ, പക്ഷേ എന്തിനാണെന്ന് പറയണ്ടേ? കാരണം ഞങ്ങൾക്ക് ആർക്കും ഒരു രഹസ്യവുമില്ല. അപ്പോൾ ഞാൻ പറയും, ഞാൻ എവിടെ പോയാലും എന്താണ് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിന് പോകണം. എന്തിനായി പറയാൻ മടിക്കുന്നതിനാ? പിന്നെ ഈ സ്പോൺസർ ചെയ്യുന്നവർ ചോദിക്കുന്നത് എന്താ അറിയോ? സ്പോൺസർ ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. കാരണം അങ്ങനെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുന്നുള്ളതുകൊണ്ട് സ്പോൺസർഷിപ്പ് പാടില്ല എന്ന് ആദ്യം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പിന്നെ അദ്ദേഹത്തിന് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ബംഗാളിലൊന്നും പോയിരുന്നില്ലേ? ഇപ്പോൾ ബീനോയ് വിശ്വം പറഞ്ഞില്ല, ഞാൻ റായ്ബറേലിയിലേക്ക് പോകുന്നു പറയുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥിയാണ് വയനാട്ടിൽ എതിരായിട്ട് മത്സരിച്ചത്. പക്ഷെ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ റായ്ബറേലിക്ക് പോകുന്നുണ്ട്, അവിടെ ഞങ്ങളുടെ പിന്തുണ രാഹുൽ ഗാന്ധിക്കാണ്. ഇപ്പോൾ ഇവിടുത്തെ അപ്പോൾ എന്തുമാത്രം കോൺഗ്രസ് വിരോധം പിണറായിയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമല്ലേ. അദ്ദേഹം അന്ന് അൻവറിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം മോഡിയുടെ അതേ ശൈലിയിലേക്ക് എത്തി. മോഡി പറഞ്ഞല്ലോ, ഹിന്ദു കെട്ടുതാലി എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വില കുറഞ്ഞ പ്രചരണം നടത്തിയല്ലോ. അതിന് സമാനം തന്നെയാണ് അൻവറിനെ സ്പോൺസർ ചെയ്ത പിണറായിൻ്റെ നടപടി. അല്ലെങ്കിൽ ഒന്ന് ചെന്നിട്ട് അവിടെ ഇയാൾക്കെങ്കിലും വോട്ട് ചോദിച്ചൂടെ? അവിടെ പാർട്ടി സെക്രട്ടറിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെങ്കിലും പോയിക്കൂടെ? ഞങ്ങളുടെ സ്ഥലത്ത് വരണ്ട, അവരുടെ പാർട്ടി സ്ഥലത്തുനിന്ന് പോയിട്ട് വോട്ട് ചോദിച്ചാൽ എന്താ കുഴപ്പം? അത് മരിവാൾ ചുറ്റിയ നക്ഷത്രത്തിനല്ലേ, കൈപ്പത്തിക്കല്ലല്ലോ. അതെങ്കിലും ചെയ്യണ്ടേ? പക്ഷേ അവിടെ ചെന്നാൽ കൈപ്പത്തിയും കൂടെ ഒപ്പുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവും. നിന്ന് പ്രസംഗിച്ചാൽ എന്തോ മോഡിക്ക് എന്തോ എന്നുള്ള ഒരു വിരോധമായിരിക്കും. ദുബായ് യാത്രകൾ നേരത്തെ തന്നെ സംശയത്തിന് നിഴലിലായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും എന്ത് അദ്ദേഹത്തിന് തുറന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? 2 കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കാശ് കൊണ്ട് പോകാനുള്ള കഴിവൊക്കെ അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമൊന്നുമില്ല. ഞാൻ എൻ്റെ കാശ് കൊണ്ട് ഞാൻ ഇന്ന് എന്ന സ്ഥലങ്ങളിൽ പോയി, ഇന്ന് എന്ന ആവശ്യത്തിനാണ് പോയത് പറഞ്ഞാൽ കഴിഞ്ഞു. അവിടെ വിവാദത്തിൻ്റെ ആവശ്യമില്ല. അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇന്നലെ ജയരാജൻ ചോദിച്ചാൽ ജയരാജൻ മനഃപൂർവ്വം കുഴിയിലാക്കാൻ വേണ്ടി പറഞ്ഞ നിങ്ങൾ കൊടുക്കുക, അദ്ദേഹം ചോദിച്ചതെന്തിനാ? അദ്ദേഹത്തിനെങ്കിലും സത്യം പറഞ്ഞൂടെ? ഏതായാലും ഇങ്ങനത്തെ യാത്രകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിനും നല്ലത്. അതെനിക്ക് പറയാം. അദ്ദേഹം ഇപ്പോഴാണല്ലോ ഇത് ഇലക്ഷന് വേണ്ടി തൽക്കാലത്തേക്ക് ഒരാൾക്ക് ചാർജ് കൊടുത്തു, അത്രയേ ഉള്ളൂ. അത് തിരിച്ചു കൊടുത്തു, അത്ര തന്നെ. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ എനർജിക്ക് വില കുറവുണ്ട്?